ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ജീവന്റെ ധർമ്മനിയമങ്ങളും പ്രതിഭാസങ്ങളും എന്ന പരമ്പരയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗുണനിലവാര നിയമവും പ്രതിഭാസവും എന്ന വിഷയമാണ്. ശരീരത്തിൽ ലഭിക്കുന്ന ഭക്ഷ്യങ്ങളുടെ ഗുണനിലവാരത്തിനനുസരിച്ച് ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? The law of quality selection states that the body uses only what it is ready for. ഗുണനിലവാര നിയമവും പ്രതിഭാസങ്ങളും. ശരീരത്തിന് നൽകുന്ന പോഷകങ്ങൾ നിലവിലുള്ള കോശങ്ങളുടെ ഗുണനിലവാരത്തെക്കാൾ മികച്ചതാണെങ്കിൽ ശരീരം ആ ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കോശജാലങ്ങളെ പുനർനിർമ്മിക്കുന്നു. ഇതാണ് ഗുണനിലവാര നിയമം. നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച പദാർത്ഥങ്ങളെയാണ് ജീവൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് എന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം പോഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് ശരീരഘടനയുടെ പുനഃസംഘടനയ്ക്കും നവീകരണത്തിനും കാരണമാകും. മികച്ച ഗുണനിലവാരത്തോടുള്ള മുൻഗണന, തിരഞ്ഞെടുക്കപ്പെട്ട ആഗിരണം, സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുനർനിർമ്മാണം എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ഒരാൾ തന്റെ പഴയ ശീലങ്ങളിൽ നിന്ന് കൂടുതൽ സ്വാഭാവികമായ ജീവിതശൈലിയിലേക്ക് മാറുമ്പോൾ വിസർജന അവയവങ്ങൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുകയും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തേക്കാം. ഇത് ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും ഭാഗമാണ്. മലശോധനയിലെ വർധനവ്, ചർമ്മത്തിന്റെ സജീവമായ പ്രവർത്തനം, താൽക്കാലികമായ തളർച്ച, തീവ്രമായ വിസർജനം എന്നിവ ഈ നിയമത്തിന്റെ പ്രകടനങ്ങളാണ്. ഗുണനിലവാര തെരഞ്ഞെടുപ്പിലൂടെ ശരീരം ഉയർന്ന പ്രവർത്തനക്ഷമതയിലേക്ക് സ്വയം നവീകരിക്കുന്നു. അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം, ഗുണനിലവാരം. ശരീരം അത് ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ലഭ്യമായ പോഷകങ്ങൾക്കനുസരിച്ചാണല്ലോ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോ നമ്മളിപ്പോ ഒരു പുതിയ ജീവിത രീതിയിലേക്കൊന്ന് മാറുന്നു, ചുവട് മാറുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ നല്ല പോഷകങ്ങളും ഒക്കെയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും നല്ല സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ശരീരത്തിന് നൽകുന്ന പോഷകങ്ങൾ നിലവിലുള്ള കോശങ്ങളുടെ ഗുണനിലവാരത്തെക്കാൾ മികച്ചതാണെങ്കിൽ ശരീരം ആ ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കോശജാലങ്ങളെ പുനർനിർമ്മിക്കും. അതിപ്പോ കോശങ്ങൾ ഇതുവരെ കഴിച്ച ഭക്ഷണത്തിനനുസരിച്ചുള്ള ഒരു നിലവാരത്തിലായിരിക്കും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക, അത് നിലനിന്നു പോകുന്നത്. അതിനേക്കാളും ഗുണനിലവാരമുള്ള പോഷകങ്ങൾ നമ്മൾ നൽകുന്ന സമയത്ത് ഈ പോഷകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ പുനർനിർമ്മിതി നടത്തി ശരീരത്തെ ആ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പോഷകങ്ങൾക്കനുസരിച്ചുള്ള രൂപഘടനയിലേക്ക് ശരീരത്തെ പുനർനിർമ്മിക്കും. അതായത് നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച പദാർത്ഥങ്ങളെയാണ് ജീവൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് എന്ന് ഈ നിയമം പറയുന്നു. നമ്മൾ കൊടുക്കുന്ന പോഷകങ്ങളിലെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ളവയെ എടുത്തുകൊണ്ടാണ് ശരീരത്തിന്റെ പുനർനിർമ്മിതി നടക്കുക. അപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം എന്തോ അതിനനുസരിച്ചായിരിക്കും ശരീരം ഉണ്ടായിട്ടുണ്ടാവുക. ഇനി അതിലും മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് തുടർന്ന് നടക്കുന്ന പുനർനിർമ്മാണത്തിൽ ശരീരത്തിന്റെ ഒരു ഓർഗനൈസേഷൻ നടക്കും. അപ്പോ ഈ നിയമപ്രകാരം പോഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് ശരീരഘടനയുടെ പുനഃസംഘടനയ്ക്കും നവീകരണത്തിനും കാരണമാകുന്നു. അത് മനസ്സിലായിട്ടുണ്ടാവും. മികച്ച ഗുണനിലവാരത്തോടുള്ള മുൻഗണന, തിരഞ്ഞെടുക്കപ്പെട്ട ആഗിരണം, സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുനർനിർമ്മാണം എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. മികച്ച ഗുണനിലവാരം എന്നുള്ളവയ്ക്ക് മുൻഗണന കൊടുക്കും ഈ നിയമപ്രകാരം ശരീരം. പിന്നെ സെലക്റ്റീവ് റിസപ്ഷൻ എന്ന് പറയുന്നത്, സെലക്റ്റീവ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആഗിരണം എന്ന് പറയുന്നത് ഈ നിയമപ്രകാരം നടക്കുന്നതാണ്. അപ്പോ മെച്ചപ്പെട്ടത് എന്ത്, അതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പിന്നെ പശ്ചാത്തലത്തിനനുസരിച്ച് സാഹചര്യങ്ങൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ചാണ് പുനർനിർമ്മാണം നടക്കുക. എപ്പിജെനറ്റിക്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ്. ഇതാണ് ഈ നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ. അപ്പോ തന്റെ പഴയ ശീലങ്ങളിൽ നിന്ന് കൂടുതൽ സ്വാഭാവിക ജീവിതശൈലിയിലേക്ക് ഒരാൾ മാറുന്ന സമയത്ത് വിസർജന അവയവങ്ങൾ കൂടുതൽ സജീവമാകും. കാരണം ശരീരത്തിലെ ഈ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് ശരീരത്തിന് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ വെളിയിലേക്ക് കളയുക എന്നുള്ളത്
ശരീരത്തിന്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇപ്പൊ നല്ല ഭക്ഷണം കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിനേക്കാളും നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാളുകളായിട്ട് ശരീരത്തിന് വിസർജന പ്രക്രിയ കൂടും. വയറിളക്കം വരും, ഛർദി വരും, വിയർക്കൽ വരും, കുരുക്കൾ വരും. കാരണം ശരീരം ഈ ഗുണനിലവാരമുള്ള രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ഗുണനിലവാരം കുറഞ്ഞ ശരീരത്തിന്റെ ഭാഗമായിരുന്നവയെ വിസർജിച്ച് തള്ളുക എന്നുള്ളത് ശരീരത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിസർജന അവയവങ്ങളുടെ കാര്യക്ഷമത കൂടും. സ്വാഭാവികമായിട്ട് വിസർജനം കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ വിസർജനം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്ന സമയത്ത് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ശരീരത്തിന് കൂടുതൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇത് ഈ ഗുണനിലവാരമുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റെഗുലറായിട്ട് വരുന്ന, സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള, നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ കൂടുന്നു എന്നാണ് ഇതിനർത്ഥം. പുനർനിർമ്മാണം കൃത്യമായിട്ട് നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളിപ്പോ നല്ല ഭക്ഷണത്തിലേക്ക് മാറുന്ന സമയത്ത് ശരീരം ഈ വിസർജനവും അസ്വസ്ഥതയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അത് ശരീരത്തിന്റെ പ്യൂരിഫിക്കേഷൻ കൂടുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മലശോധനയിൽ വർധനവുണ്ടാവും. പിന്നെ നമ്മുടെ സ്കിന്നിൽ കൂടുതൽ മറ്റേ പിമ്പിൾസും ഒക്കെ വന്നിട്ട് വെളിയിലേക്ക് പോകും. വിയർപ്പ് കൂടും. വിയർപ്പിൽ കൂടെയുള്ള എന്താ പറയാ വിസർജനം കൂടും. വിയർപ്പിന് ചിലപ്പോൾ സ്മെല്ലൊക്കെ വന്നു വരും. അത് മെറ്റാബോളിസം നല്ലതായി നടക്കുന്ന സമയത്ത്, അതുപോലെ ഈ ഓട്ടോഫാജി കൃത്യമായിട്ട് നടക്കുന്ന സമയത്തൊക്കെ തന്നെ ചർമ്മത്തിലൂടെയുള്ള വിസർജനം വളരെ കൂടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, ഒരു പ്രാവശ്യം കഴിക്കുന്നതല്ല പറഞ്ഞത്, അതിനൊരു റെഗുലാരിറ്റി വന്നു കഴിയുമ്പോൾ താൽക്കാലികമായിട്ടൊരു തളർച്ച വരും. ഈ തളർച്ചയുടെ ലക്ഷണം കാണിക്കുന്നത് എന്താണ്? അകത്ത് ക്ലെൻസിങ് പ്രോസസ്സ്, റീബിൽഡിംഗ് പ്രോസസ്സ് മെച്ചപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തീവ്രമായ വിസർജനം. ഇതൊക്കെ ഈ നിയമം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ പ്രകടനങ്ങളാണ്. അങ്ങനെ ഉയർന്ന പ്രവർത്തനക്ഷമതയിലേക്ക് ഈ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ തെരഞ്ഞെടുപ്പിലൂടെ ശരീരം കടന്നു പോകുന്നത് നമുക്ക് കാണാനാവും. ഇത് ജീവിതശൈലി പരിഷ്കരിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജീവിതശൈലി മെച്ചപ്പെടുത്തുമ്പോൾ ശരീരം കൂടുതൽ പ്രവർത്തനക്ഷമമാവുന്നു എന്നുള്ള ലക്ഷണമാണ് ഈ തളർച്ച, വിസർജനം തുടങ്ങിയ കാര്യങ്ങൾ. അത് കുറച്ചങ്ങോട്ട് പോയി ക്ഷീണവും തളർച്ചയൊക്കെ മാറിക്കഴിയുമ്പോൾ ശരീരം ആ പുതിയ സ്റ്റേറ്റിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ ആപ്ലിക്കേഷനെയാണ് ലോ ഓഫ് ക്വാളിറ്റി സെലക്ഷൻ എന്ന് പറയുക. ഗുണനിലവാര നിയമങ്ങൾ, അതും അതിന്റെ പ്രതിഭാസങ്ങളും പറഞ്ഞു. നിങ്ങളുടെ ശരീരത്തിൽ ഈ ഗുണനിലവാര നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലിയെ മാറ്റം വരുത്താൻ ശ്രമിക്കുക. അല്ലെ മാറ്റം വരുത്തുന്ന സമയത്ത് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നോ അതിനോട് പ്രതിനിധികൊള്ളുക. പുതിയ നിയമങ്ങളെ വീണ്ടും പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.